സാരി ഉടുക്കുന്ന സമയത്തെ പിന്നിനൊരു പ്രത്യേക ഇമ്പോർട്ടൻസ് ഉണ്ടല്ലേ. കുറെ പിന്നൊന്നും യൂസ് ചെയ്യാണ്ട് കുറച്ച് പിന്നിൽ നമുക്ക് സാരി ഉടുത്തൊന്ന് നോക്കിയാലോ. അതായത് ഒരുപാട് പിന്നൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കണ്ടു നോക്കുക. എന്നിട്ട് എവിടെയൊക്കെ നമുക്ക് പിൻസ് യൂസ് ചെയ്യാം, എത്ര പിൻസ് മതി എന്നൊക്കെയുള്ള ഒരു ഐഡിയ കിട്ടും. അപ്പൊ അതിനുശേഷം സാരി ഉടുക്കുമ്പോൾ കുറെ കൂടി ഈസി ആയിരിക്കും. നോക്കിയാലോ. ഈ കുത്തുന്നതാണ് നമ്മുടെ സാരിയിലുള്ള ഫസ്റ്റ് പിന്നിങ്. അതായത് ഇത് ഇങ്ങോട്ടേക്ക് കുത്തുന്നത് എന്തിനാന്ന് വെച്ചാൽ ഒന്ന് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത് കുത്തുന്നത്. അത് കുത്തിക്കഴിഞ്ഞാല് പിന്നെ നമുക്കിതാ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇത് നമുക്ക് പ്ലീറ്റ് എടുക്കാൻ ഈസിയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അവിടെ അത് പിൻ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഈ എടുക്കുന്ന പ്ലീറ്റിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി. ഞാനപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ അതിന് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ ഈ പ്ലീറ്റ്സ് എടുത്തതിന് ശേഷം കുത്തുന്നത് കുറച്ച് വലിയ പിന്നാണ്. ഓക്കെ, കുറച്ച് വീതിയുള്ള വലിയ പിന്നെടുത്തിട്ട് ഇങ്ങനെ കുത്തിവെക്കുക. ഇങ്ങനെ കുത്തിവെക്കുക. ഐ ഹോപ്പ് യു ക്യാൻ സീ. ഓക്കെ, ഇങ്ങനെ കുത്തിവെക്കുക. അപ്പോൾ സെക്കൻഡ് പിൻ നമ്മൾ കുത്തിയേക്കുന്നത് പ്ലീറ്റ്സിലാണ്. അപ്പൊ ഇനി ഷോൾഡർ പ്ലീറ്റിന്റെ പരിപാടിയിലേക്ക് കയറാം. ഇത് അധികം കട്ടിയില്ലാത്ത സാരി ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ പിന്നിന്റെ ആവശ്യമേ നമുക്ക് ഇതിലൊക്കെ വരുന്നുള്ളൂ. ഇവിടെ കൊണ്ടുവന്ന് കുത്തി വെക്കരുത്. ഇവിടെ കുത്തുമ്പോൾ എന്താണ് ഞാൻ കാണിച്ചത്, കുറച്ച് ഫ്രണ്ടിലായിട്ടാണ് ഇത് കുത്തുന്നത്. ഇതിങ്ങനെ കുത്തി വെച്ച് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം മിസ് ഇതിങ്ങനെ കിടക്കും, ഇങ്ങനെ വന്ന് കിടക്കും. അതിനൊരു രസമല്ല കാണാനായിട്ട്. അപ്പം ഇത് ഇങ്ങോട്ടാക്കി ഇങ്ങനെ ഇവിടെ ഒരു കുത്തുമ്പോഴത്തേക്കും ഈ ബാക്ക്, അതായത് ഇത് പിടിച്ച് ഇങ്ങോട്ടാക്കിയിട്ട് ഒരു കുത്ത് ഇവിടെയും കൂടെ ഒന്ന് കുത്തുവാണ്. അപ്പൊ വെറുതെ നമുക്ക് ഈ ഷോൾഡർ പ്ലീറ്റിന്, അതായത് ഒരു ലെയർ ഇടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 2 വട്ടം നമ്മളിത് കുത്തി വെക്കുകയാണ്. അപ്പൊ അതൊരു രസമല്ല. ഇതിങ്ങനെ കുത്തി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെയാ നിൽക്കുക. അപ്പൊ അതിനൊരു രസമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാല് ഇത് ഞാൻ കുറച്ച് നീക്കി ഒറ്റ കുത്തേ കുത്തുള്ളൂ. ഇനി ഈ പോർഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ വെറുതെ ഇങ്ങനെ എല്ലാം കൂടെ ഇങ്ങനെ ചുരുട്ടി കൂട്ടിയിട്ടാൽ അതിലൊരു ഭംഗി ഉണ്ടാവില്ല. പകരം ഈ ഒരു പോർഷൻ നമ്മൾ കുറച്ച് പ്ലീറ്റഡ് ആയിട്ടാണ് പിടിക്കുക എന്നുള്ളത്. അപ്പൊ ഇവിടെ കാണാൻ ഒരു ഭംഗി വന്നില്ലേ. നമ്മൾ അവിടെയും ഇതുപോലെ ഒരു ചെറിയ പിന്ന് കുത്തിവെക്കും. സോ ഇതാണ് നമ്മുടെ 1 ലെയറിലുള്ള ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. 4 പിൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റൈല് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. പ്ലീറ്റ് എടുത്തതിന് ശേഷം ഷോൾഡറിൽ കുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ പിന്നാട്ടോ എടുക്കുന്നത്. ബിക്കോസ് പ്ലീറ്റ്സ് ഉള്ളത് കൊണ്ട് ഒന്ന് സെക്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ വലിയ പിന്നാണ് കുത്തുക. അപ്പൊ ഇത് കുത്തുന്ന സ്ഥലം ഇതിപ്പോ ഞാൻ പ്ലീറ്റിൽ പിൻ ചെയ്തിട്ടില്ല, വെറുതെ പ്ലീറ്റ് എടുത്തിട്ട് ഞാൻ അത് കൈകൊണ്ട് പിടിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ ഇനി ഇത് നമുക്ക് ഷോൾഡറിൽ കുത്താം. അത് കുത്തുന്നത് എവിടെയാണെന്ന് വെച്ചാൽ കറക്റ്റ് നമ്മുടെ ഈ ഇവിടെ ഒരു കട്ടിങ് വരത്തില്ല, ഇവിടെ ഒരു സ്റ്റിച്ച് വരില്ലേ, ഞാൻ ആ സ്റ്റിച്ചിൽ കൂടെ ഞാൻ കുത്തില്ല. കാരണം ആ ഭാഗത്ത് കുറച്ച് കട്ടി ഉണ്ടാവും. അപ്പൊ ഞാൻ അവിടെ കുത്തത്തില്ല, അതിന്റെ തൊട്ട് ബാക്കിലായിട്ടായിരിക്കും, അതായത് ഈ ഭാഗത്തായിട്ടായിരിക്കും ഞാൻ കുത്തുക. നീറ്റായിട്ട് കുത്തിയിട്ടുണ്ട്. അപ്പോ ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വിടാം, ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ആയിട്ട് ഒരു പിന്നും കൂടി കുത്തി വെക്കാവുന്നതാണ്. ഇന്നിപ്പോ ഞാൻ എന്തായാലും കുത്തുന്നില്ല. ഇവിടെ ഒരു പിന്നും കൂടെ കുത്തി വെച്ചാൽ ഫ്രണ്ടിലേക്ക് അതിങ്ങനെ വരില്ല. അപ്പൊ അതവിടെ കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളും. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവിടെ കുത്തുന്നത്, കുത്തിയാലും കുത്തിയില്ലെങ്കിലും കുഴപ്പമില്ല. കുറച്ച് വിൻഡി ആയിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ സാരി ഉടുത്തു കഴിഞ്ഞാൽ ഒട്ടും ശ്രദ്ധിക്കാത്ത ആൾക്കാരുണ്ടാവും.
അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ എക്സ്ട്രാ ഒരു പിന്നും കൂടെ കുത്തുന്നത് വളരെ നല്ലതായിരിക്കും. അതെവിടെയാന്ന് വെച്ചാല് അതാ ഇവിടെയാണ്. ഇങ്ങനെയാണ് അത് കുത്തി വെക്കുക. ഇങ്ങനെ കുത്തി വെച്ചാൽ ഇങ്ങനെയാണ് ഇത് കുത്തി വെക്കുക. അങ്ങനെ കുത്തി വെച്ചാൽ നമുക്ക് സൈഡിൽ നിന്നൊന്നും കാണില്ല. ഫ്രണ്ടിൽ നിന്ന് നോക്കിയാലും അതങ്ങനെ കുത്തി വെച്ചതായിട്ട് അറിയേയില്ല. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാവേ. ഈ ഒരു പിന്ന് ഇതിപ്പം കുത്തിയിട്ട് പ്ലീറ്റ്സ് എല്ലാം ഒന്നും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടാൽ ഒന്നും കാണുന്നില്ല. സോ അതാണ് നമ്മുടെ ചെറിയൊരു പിൻ പരിപാടി എന്ന് പറയുന്നത്. അപ്പോ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാധനമാണ് സാരി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഞാൻ വളരെ കുറച്ച് പിന്നുകൾ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഞാൻ സാരി ഡ്രേപ്പ് ചെയ്യാറ്. അപ്പൊ ഈ ഒരു ലുക്കിന്റെ കൂടെ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുപ്പിവള കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കുപ്പിവള എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ കയ്യിൽ എല്ലാ കളറുകളും ഉണ്ട്. ഓഫ് കോഴ്സ് എന്റെ ജ്വല്ലറിയെ പറ്റി പറയണ്ടല്ലോ, ഓറയാണ്, എന്റെയാണ്. അപ്പൊ പിന്നിന്റെ പരിപാടിയൊക്കെ കണ്ടില്ലേ, എങ്ങനെയുണ്ട്? സിമ്പിൾ അല്ലേ? കുറച്ച് പിന്നല്ലേ യൂസ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഒരുപാട് പിന്നിന്റെ ആവശ്യം വരുന്നില്ലല്ലോ. ഇനി ഇളകിപ്പോവോ ഊരിപ്പോവോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഒരുപാട് പിന്ന് കുത്തുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ല. ചില ആൾക്കാര് പ്ലീറ്റിനും അണ്ടർസ്കേർട്ടും ആയിട്ട് കുത്തി വെക്കാറുണ്ട്. അത് ആ ഒരു പേടി ഉള്ളത് കൊണ്ടാണ്. നമ്മുടെ സ്കേർട്ട് കുറച്ച് ടൈറ്റ് ആയിട്ടാണ് നമ്മൾ കെട്ടിവെക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഊരിപ്പോവോ എന്നുള്ളൊരു ടെൻഷൻ നമുക്ക് വേണ്ട. അത് കറക്റ്റായിട്ട് അത് അവിടെ ഇരുന്നോളും. അപ്പൊ നമ്മൾ അത് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ പിന്ന് നമുക്ക് ഒഴിവാക്കാം. അങ്ങനെ എന്തോരം പിന്നുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെന്ന് അറിയാവോ? ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ വളരെ കുറച്ച് പിൻസ് മാത്രം യൂസ് ചെയ്തിട്ട് നമ്മൾ സാരി ഉടുക്കുന്ന 2 രീതിയിൽ സാരി ഉടുക്കുന്നത് നമ്മൾ നോക്കിയായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ സേവ് ചെയ്ത് വെച്ചോട്ടോ, ആവശ്യം വരും. എന്നാ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ടാറ്റാ.